Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 5ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ കേരള പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. കാരണം ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക എന്നും കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വിശദമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും കേരള പാഠാവലിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നതാണ്. കവിത വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. പോകൂ വിളങ്ങു മണ്ണിലും വിണ്ണിലും പൊന്തരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങേ വെളിച്ചം ചുരത്തുവാൻ സന്നാഹമത്രമേൽ കേമം ചുറ്റുമിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ പാളി പതിയെ തുറന്നു ഞാനീ കിളിവാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു. എന്തു വെളിച്ചമാണയ്യ പിടിച്ചൊരു കണ്ണാടി കുപ്പിയിലിട്ടാൽ എന്നുമിവിടെ വിളക്കായിരുത്തുവാൻ നന്നെന്ന് തോന്നി. എന്നാലും എന്തിനീ വെട്ടം എനിക്കു മാത്രം പോക എല്ലായിടത്തും തെളിയൂ. പോകുമിടങ്ങളിലെല്ലാം ഇരുട്ടിനെ കീറി മുറിച്ചു രസിക്കൂ. UK രാഘവൻ്റെ സ്നേഹക്കനി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയിൽ നിന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും കവിതയോ അല്ലെങ്കിൽ കവിതാഭാഗങ്ങളോ അല്ലെങ്കിൽ കഥാശകലങ്ങളോ ഒക്കെ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും അതിൽ നിന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ഭാഗം വായിച്ചിട്ട് വേണം അതിന് സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പൊന്തരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? ഉത്തരം നമുക്കറിയാം. ഏതാണ്? മിന്നാമിനുങ്ങാണ് പൊൻതരി വെട്ടവുമായി എത്തുന്നത്. മിന്നാമിനുങ്ങിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ആശയം അല്ലേ? ഇരുട്ടിനെ അകറ്റുന്നതാണ് മിന്നാമിനുങ്ങ്. തൻ്റെ ചെറിയ വെട്ടം കൊണ്ട് എത്തുന്ന ആരാണ്? മിന്നാമിനുങ്ങാണ്. രണ്ടാമത്തെ ചോദ്യം, ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂടുന്നത് ആരാണ്? മൂങ്ങകളാണ് മൂടുന്നത്. ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ്, മൂങ്ങയാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണം എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇതിൽ മുറിയിൽ അടച്ചിടണം, കണ്ണാടിക്കുപ്പിയിൽ കയ്യിൽ പിടിക്കണം. ഏതാണ് ഉത്തരം? കണ്ണാടിക്കുപ്പിയിൽ ഇടണം എന്നതാണ് കുട്ടിയുടെ ആഗ്രഹം. 4 ചിറക് വിരിച്ചണയുന്നത് എന്താണ്? മേഘം, പക്ഷി, സ്വപ്നമാണ് ചിറക് വിരിച്ച് അണയുന്നത്. 5ാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങിനോട് എന്ത് ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? മിന്നി നടക്കൂ, ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ, ഒരിടത്ത് മാത്രം വെളിച്ചം പരത്തൂ. ഇതിലേതാണ് അവസാനം പറയുന്നത്? ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ എന്നതാണ്. ഇരുളിനെ ഇല്ലാതാക്കാൻ, ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചം നൽകാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ എന്നാണ് കുട്ടി ആശംസിക്കുന്നത്. പ്രവർത്തനം 2 യാത്രാ വിവരണമാണ്. മനസ്സിനെ കുളിരണിയിക്കുന്ന പ്രകൃതി ഭംഗിയുമായി എന്നെ ഏറെ മോഹിപ്പിച്ച ഇടം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മനോഹരിയായ മൂന്നാറിൻ്റെ ചിത്രമാണ്. അവിടുത്തെ കുളിരും കോടയും മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതവുമെല്ലാം തന്നെ എന്നെ ഏറെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും പോയ മൂന്നാർ യാത്രയ്ക്ക് ശേഷം 5ാം ക്ലാസ്സിലെ ദേവിക എഴുതിയ യാത്രാ വിവരണത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. പ്രകൃതി ഭംഗി കളിയാടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. അപ്പോൾ തീർച്ചയായും ഒരു യാത്രാ വിവരണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു യാത്രാ വിവരണം കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള യാത്രാ വിവരണം എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അക്ഷരത്തെറ്റൊന്നും വരുത്താതെ ആ സ്ഥലത്തിൻ്റെ മനോഹാരിതയെ കൂടുതൽ എടുത്തു കാട്ടുന്ന രീതിയിൽ നല്ല അക്ഷര വ്യക്തതയോടുകൂടി നല്ല രീതിയിൽ നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ ശ്രമിക്കുക. യാത്രാ വിവരണം എന്ന് ഹെഡിങ് കൊടുക്കണം. നിങ്ങൾ ഇനി യാത്രകൾക്ക് പോയിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കില്ലെങ്കിൽ, ഇവിടെ ഞാനൊരു മാതൃക കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാതൃക പഠിച്ചു വെച്ചാലും മതിയാവും.
പ്രവർത്തനം 3. കത്ത് തയ്യാറാക്കുക. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്കിഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴയ്ക്ക് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ഇത് ബാക്കി എല്ലാ ചോദ്യങ്ങളും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കത്ത് തയ്യാറാക്കുക. നിങ്ങളുടെ സുഹൃത്തിന് തയ്യാറാക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന് തയ്യാറാക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മഴയ്ക്ക്, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കത്ത് തയ്യാറാക്കാൻ തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കത്ത് തയ്യാറാക്കുക എന്നതൊരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ അക്ഷരങ്ങൾ തെറ്റുകൂടാതെയും ചിഹ്നങ്ങൾ കൃത്യമായി എഴുതാനും ശ്രമിക്കുക. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദ്യചിഹ്നമൊക്കെ ഇടാൻ ശ്രമിക്കുക. ഒരു വാക്യം അവസാനിക്കുമ്പോൾ, സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ ഒരു കുത്തിടാൻ ശ്രമിക്കുക. അതുപോലെ 2 വാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ കോമ ഇടാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആശ്ചര്യചിഹ്നം, ആശ്ചര്യം തുളുമ്പുന്ന വാക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ ചോദ്യങ്ങളാണെങ്കിൽ ആശ്ചര്യചിഹ്നം ഇടാൻ ശ്രമിക്കുക. അപ്പോൾ കത്ത് തയ്യാറാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മഴയ്ക്ക് കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കാണെങ്കിലും ആ രീതിയിൽ തന്നെ ടീച്ചേഴ്സ് ഒരുപാട് മോഡലുകൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് മഴയ്ക്ക് കത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രവർത്തനം 4. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇങ്ങനെയൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിട്ടുള്ള വ്യക്തിയുടെ പേര് മുകളിൽ കൊടുത്തിട്ട് അടിയിൽ ജീവചരിത്രക്കുറിപ്പ് എന്ന് എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ വ്യക്തിയുടെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് എഴുതുക. കവിയാണ്, അതിപ്രശസ്തയായ ഒരു കവിയത്രയാണ് അല്ലെങ്കിൽ കവിയാണ് എന്നുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ മേഖലയുമായി ബന്ധപ്പെട്ടത് പരിചയപ്പെടുത്തുക. അതിനുശേഷം ജനിച്ച വർഷം, ഏത് വർഷം എവിടെ ജനിച്ചു എന്നൊക്കെ എഴുതുക. അതിനുശേഷം ഒരു കവിയാണെങ്കിൽ രചനയുടെ പ്രത്യേകതകൾ, കവിത എഴുതുന്നതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ എഴുതാം. അതിനുശേഷം കൃതികൾ ഏതൊക്കെയാണെന്ന് എഴുതാം. അതിനുശേഷം ബന്ധങ്ങൾ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതെഴുതാം. അതിനുശേഷം കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളും അവാർഡുകളൊക്കെ എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ മരണപ്പെട്ട വർഷവും തീയതിയും ഒക്കെ എഴുതുക. അതിനുള്ളിൽ എന്തെങ്കിലും ചേർക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് മുൻപായി എഴുതി അവസാനിപ്പിക്കുക. അപ്പോൾ കൃത്യമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ ചിഹ്നമൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കി വേണം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ഇവിടെ മലയാളത്തിലെ അതിപ്രശസ്തയായിട്ടുള്ള കവയത്രിയായ ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. തന്നിരിക്കുന്ന വിവരങ്ങളോടൊപ്പം അധിക വിവരങ്ങളും കൂടെ ചേർക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അധിക വിവരങ്ങളൊന്നും അറിയില്ലെങ്കിൽ കൂടി തന്നിട്ടുള്ള സൂചനകൾ വെച്ച് കൃത്യമായ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ജനിച്ച വർഷം, മരണപ്പെട്ട വർഷം, മകൾ കമല സൂരയ്യാൻ തന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട കൃതികൾ തന്നിട്ടുണ്ട്, പുരസ്കാരങ്ങൾ, ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ പ്രവർത്തനത്തിൻ്റെ ബി ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലാമണി അമ്മയുമായി ബന്ധപ്പെട്ട കൃതി ഏത്? ഒരു ദേശത്തിൻ്റെ കഥ, ഭൂമിക്ക് ഒരു ചരമഗീതം, അമ്മ. പ്രവർത്തനം 5. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ തീർച്ചയായും ആസ്വാദനക്കുറിപ്പും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കാട്ടിൽ പോകാനുണ്ടോ? പോയാൽ പാട്ടും കേട്ട് നടക്കാം. മാനുകൾ മയിലുകൾ ഓടും വഴികൾ കാണാനായി പോകാം. ഇലകൾ മൂടിയ വഴികൾ നിറയെ ഓർമ്മ മണക്കും ഇലകൾ. വഴിയറിയാതെ നടക്കും നമ്മൾ, കണ്ടിട്ടില്ലേ വഴികൾ. എ. ജയകൃഷ്ണൻ്റെ
കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു കവിതയാണ്. കാടിൻ്റെ മനോഹാരിതയെ ഭംഗിയെയൊക്കെ കുറിക്കുന്ന ഒരു കവിതയാണിത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ആ ഒരു കവിതയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കവിതയുടെ പേര് എഴുതിയതിനു ശേഷം ആസ്വാദനക്കുറിപ്പ് എന്ന് എഴുതുക. അതിനുശേഷം ആ ഒരു കവിത രചയിതാവ് ആരാണോ അദ്ദേഹത്തിൻ്റെ കവിതയാണ്, ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് എന്ന് എഴുതി, ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് എന്ന് എഴുതിയതിന് ശേഷം പിന്നീട് ആ കവിതയുടെ ആശയം, അതിൻ്റെ ഭംഗി, അതിൻ്റെ എഴുത്തിൻ്റെ ഭംഗി ഒക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ആ കവിത ഇഷ്ടമായോ, എന്തുകൊണ്ട് ഇഷ്ടമായി എന്നും കൂടി ചേർത്ത് വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോഴും തീർച്ചയായും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക. ചിഹ്നങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന് അവസാനം ഒന്ന് ശ്രദ്ധിച്ചു വേണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. പ്രവർത്തനം 6. കടങ്കഥ കളി. ക്ലാസ്സിൽ നടത്തുന്ന കടങ്കഥ കളിയിലേക്ക് ആവശ്യമായ 5 കടങ്കഥകളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു 10 കടങ്കഥകളെങ്കിലും അത്യാവശ്യം പഠിച്ചു വെക്കുക. നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകൾ തന്നെ മതിയാവും. അവയുടെ ഉത്തരവും കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കൊരു 5 കടങ്കഥയും അവയുടെ ഉത്തരങ്ങളും നോക്കാം.